നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചിട്ടെ. നമ്മുടെ വീട്ടിൽ നല്ലൊരു പൂ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരും. കാശ് വരും, പോകാം. പൂക്കണ്ട, നമുക്കിത് പഠിച്ചെടുത്തോളാം. ഇതെന്ത് പോവാന്ന് നിങ്ങൾക്കറിയോ? പഠിച്ചു നോക്കാം. എന്നോട് വലിയ പോവാ. അമ്മ അത് കൂടെ വന്നോ? അമ്മ അത് കൂടെ ചേനപ്പൂ കണ്ടിട്ടുണ്ടോ? ഇതാണ് ചേനപ്പൂ. ചേനപ്പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുകൊണ്ട് കറി ഉണ്ടാക്കുള്ളൂ. ഇന്നും വേണം, നമുക്ക് മണത്ത് നോക്കിയാലോ. നമുക്കിത് കൊണ്ടുവന്ന് കറി ഉണ്ടാക്കാലോ. ചിച്ചിക്കളി നമുക്കിത് 2 പീസാക്കാം കേട്ടോ. നടുവിൽ നിന്ന് മസാലക്കറി ഒരു പകുതി നമുക്ക് മസാലക്കറിക്ക് എടുക്കാം, ബാക്കി നമുക്ക് നാളെ തോരനുണ്ടാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇത് കുറച്ചു കൂടെ വിരിഞ്ഞു പോയിട്ടോ. നിങ്ങൾ ഇനി പൊട്ടിക്കുമ്പോൾ ഇത്രയ്ക്കും വിരിയണ്ട, അതിന് മുന്നേ തന്നെ പൊട്ടിക്കണേ. ഇത് നമുക്ക് എങ്ങനെ പീസാക്കാൻ നോക്കാം. ഇതിൻ്റെ എല്ലാ പാർട്ടും നമുക്ക് എഡിബിളാണ് കേട്ടോ. ഞാനിതിൻ്റെ മുകളിലുള്ള പരവരുത്ത ഭാഗം മാത്രം കളഞ്ഞിട്ട് ബാക്കി മുഴുവൻ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ യൂസ് ചെയ്യണം കേട്ടോ. ഒരു നമ്മൾ മഷ്റൂമൊക്കെ വെക്കില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് അത്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെറുതായിട്ടോ വലുതായിട്ടോ കട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ടിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള നേർ പകുതി ഞാൻ ക്ലിംഗ് റാപ്പിൽ പൊതിഞ്ഞിട്ട് നാളത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ കണ്ടോ അതേപോലെ ഒരു നേരത്തേക്കുള്ള കറിക്കുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു 3-4 തവണ കഴുകിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, അതും പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിലിടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ചില്ലി പൗഡറും കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ടിട്ട് നമുക്കത് നന്നായിട്ട് നമ്മൾ കേബേജൊക്കെ വാരി എടുത്തില്ലേ, അതുപോലെ വെള്ളം മാറ്റിയിട്ട് അത് മാത്രം ഇട്ടിട്ട് ഇളക്കിയ ശേഷം നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ വേവിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ അത് വേവാനുള്ള വെള്ളം മുഴുവൻ അതിൽ നിന്ന് തന്നെ ഉണ്ടാവും. നമുക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി ആ വെള്ളമൊക്കെ ഫുൾ വറ്റിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ മുകളിൽ തൂവിയിട്ട് ഓഫ് ചെയ്യാം. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മസാലക്കറി. നമുക്ക് ഇങ്ങനെ വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുറച്ച് ഗ്രേവി ടൈപ്പായിട്ട് ഉപയോഗിക്കാം കേട്ടോ.